കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. വാത്സല്യമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്നോടുള്ള സമർപ്പണവും പ്രതിബദ്ധതയും നിലനിർത്താൻ മറക്കരുത്. നിന്നെ ആകാംക്ഷപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളും സംഭവങ്ങളും നിന്റെ വ്യക്തിത്വ വികാസത്തിനും ആത്മീയ വളർച്ചയ്ക്കും സഹായകമായി തീരുവാൻ ഞാൻ ബോധപൂർവം ചേർത്തിരിക്കുന്നതാണ്. അവയെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടരുത്. സധൈര്യം നേരിടണം. പ്രതിസന്ധികളിൽ നിനക്കായി ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന അമിത ബലമുണ്ട്. അത് നിന്നിലേക്ക് ഒഴുകാൻ പ്രതിസന്ധികളിലേക്ക് സധൈര്യം ചുവടുവയ്ക്കണം. നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നിയന്ത്രിക്കാൻ ഞാൻ മതിയായവനാണെന്ന് നീ വിശ്വസിക്കുമ്പോൾ പിന്നെ ഭയവും ആകാംക്ഷയ്ക്കും ഒന്നും നിന്റെ മനസ്സിൽ സ്ഥാനമുണ്ടായിരിക്കില്ല. ഒരു ശക്തിക്കും എന്നിൽ നിന്ന് നിന്നെ അടർത്തി മാറ്റാൻ കഴിയുകയുമില്ല. ഈ ലോകത്തിൻ്റെ മുമ്പിൽ നീയൊരു വിസ്മയ പ്രതിഭാസമായിത്തീരും. ഇന്നത്തെ പ്രതിസന്ധികളെയും നാളുകളിലെ വെല്ലുവിളികളെയും പറ്റി ചിന്തിച്ച് കുഞ്ഞെ നീ ആകാംക്ഷപ്പെടണ്ട. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നാലും, എത്ര പ്രതികൂലമായിരുന്നാലും അവയെ യാഥാർത്ഥ്യബോധത്തോടെ സ്വീകരിക്കാൻ നീ തയ്യാറാകണം. നിന്റെ മുമ്പിലെ ചെങ്കടൽ കടക്കുവാനും ഫറവോന്റെ സൈന്യത്തെ തുരത്തുവാനും ഞാൻ നിന്നോടുകൂടെ ഉള്ളപ്പോൾ എന്തിനാണ് നീ ഭയപ്പെടുന്നത്? ജീവിത സഹനങ്ങളുടെ കുന്നുകൾ കയറുമ്പോൾ നിന്റെ വിശ്വാസമായിരിക്കും നിന്റെ ഊന്നുവടി. അതിൽ ശക്തമായി ഊന്നി നടക്കണം. പൂർണ്ണഹൃദയത്തോടെ എന്നിൽ നീ വിശ്വസിക്കുമ്പോൾ നിന്റെ ഭാരങ്ങളും ക്ലേശങ്ങളുമൊക്കെ വിശ്വാസമാകുന്ന ഊന്നുവടി താങ്ങിക്കൊള്ളും. കുഞ്ഞെ, അത് വളയില്ല, ഒടിയുകയുമില്ല. എന്നിൽ വിശ്വസിച്ചും ആശ്രയിച്ചും ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളൂ. ശാശ്വത നാട്ടിൽ എത്തും വരെ നിന്റെ കരങ്ങളിൽ പിടിച്ച് നിന്നെ താങ്ങി നടത്തി ഞാൻ കൂടെയുണ്ടായിരിക്കും. 52-ാം സങ്കീർത്തനം. ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ച് വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. സദൃശവാക്യം 3-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ്.